നമ്മളൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് പ്രത്യേകിച്ചും പറമ്പൊക്കെ നനയ്ക്കുന്ന സമയമുണ്ടല്ലേ. നമ്മുടെ വേനൽക്കാലത്താണ് പ്രത്യേകിച്ചും. പറമ്പുകളുടെ ഇടയിലൂടെ ഇങ്ങനെ കയ്യാണികളൊക്കെ തന്നെ കൊണ്ടുവരും. മോട്ടർ ഷെഡ് ഒരു അകലെയായിരിക്കും. അങ്ങനെ നമ്മൾ ഓരോ തെങ്ങിലേക്ക് ഇങ്ങനെ വെള്ളം നിറച്ച് നിൽക്കുമ്പോൾ ചിലപ്പോൾ ഈ കയ്യാണിയിൽ വെള്ളം കുറഞ്ഞു വരുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ കയ്യാണി എവിടെയോ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കൈക്കോട്ടും പിടിച്ച് ഇങ്ങനെ പറമ്പുകളിലൂടെ ഇങ്ങനെ പോകും, എവിടെയാണ് പൊട്ടിയിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നോക്കുമ്പോൾ ഇത്തിരി പൊട്ടിയിട്ട് ഇങ്ങനെ വെള്ളം ഇത്തിരിശ പോകും. ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ കയ്യാണി വലുതായിട്ട് പൊട്ടിയിട്ട് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും. എത്ര കൈക്കോട്ട് കൊണ്ട് മണ്ണിട്ടാലും ചിലപ്പോൾ ആ മണ്ണ് നിൽക്കില്ല, ഇങ്ങനെ തള്ളിപ്പോവും. അപ്പോൾ നമ്മൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്, നേരെ പോയിട്ട് മോട്ടർ ഓഫ് ചെയ്യും. എന്നിട്ട് തിരിച്ച് വന്ന് ആ മണ്ണിട്ട് കയ്യാണി കറക്റ്റാക്കും. വീണ്ടും പോയി മോട്ടർ അടിച്ച് പറമ്പ് നമ്മൾ തെങ്ങൊക്കെ നനയ്ക്കും. നോമ്പ് കാലത്തിലേക്ക് വീണ്ടും വരികയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് ദൈവാനുഗ്രഹങ്ങളും ദൈവാനുഭവങ്ങളും കൃപകളൊക്കെ ഒഴുകുന്ന ഈ മേഖലകളിൽ ഏതെങ്കിലും കോട്ടകൾ വന്നിട്ടുണ്ടോ? കൊച്ചു വിള്ളലുകളുണ്ടോ? അത് അധികമായിട്ട് നമ്മളിലേക്ക് വരുന്ന കൃപകളൊക്കെ ചോർന്നു പോകുന്ന നമ്മൾ അറിയുന്നുണ്ടോ? നമുക്ക് വീണ്ടും ഒന്ന് തിരിച്ചു വരാം. ഈ നോമ്പുകാലം നമ്മളെ കൂട്ടിക്കൊണ്ടുവരികയാണ്. ഇന്നലകളുടെ കടന്നുപോയി വീണ്ടും നല്ല ഒരുക്കത്തോടെ, നല്ല ഊർജ്ജസ്വലതയോടെ, നല്ല ആത്മീയ ഉണർവോടുകൂടി വീണ്ടും ഒരു ഉദ്ധാനത്തിരുന്നാളിന് ഒരുക്കമാണ് ഈ 50 നോമ്പ്. 50 ദിവസം ഇറച്ചി മീനും വേണ്ടെന്ന് വെക്കല്ല. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരുന്ന കൃപകളൊക്കെ നിറവോടുകൂടി സ്വീകരിക്കാൻ, പോരായ്മകളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരം ചെയ്യാൻ, ഞങ്ങളുടെ ജീവിതങ്ങളെ കുറേ കൂടി ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ പ്രകാശത്തോട് ചേർത്ത് പിടിക്കാൻ നമ്മളെ ഒരുക്കാം. നമ്മുടെ നോമ്പുകാല ഒരുക്കങ്ങളെ ഒരുക്കാം. ദൈവം സമൃദ്ധമായി നമ്മളെയും ഇനി ഒരുക്ക ദിവസങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.